സൂര്യകൃഷ്ണമൂർത്തി കൂടി ചേരുന്നുണ്ട്. ശ്രീ സൂര്യകൃഷ്ണമൂർത്തി, ഏതു വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത് എന്നറിയില്ല. തബലയിൽ എന്തൊക്കെ സാധ്യമാകുമായിരുന്നോ അതെല്ലാം സാധ്യമാക്കി. ഹിന്ദുസ്ഥാനി സംഗീതത്തിലാകട്ടെ, പോപ്പ് സംഗീതത്തിലാകട്ടെ, അല്ലെങ്കിൽ കർണാടക സംഗീതത്തിലാകട്ടെ, നേരത്തെ മഹേഷ് മണി സൂചിപ്പിച്ചതുപോലെ ഏത് പാത്രത്തിലേക്ക് വെള്ളമെടുത്താലും ആ പാത്രത്തിൻ്റെ രൂപത്തിലേക്ക് വെള്ളം മാറുമെന്ന് പറയുന്നത് പോലെ തബലയെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമോ അങ്ങനെ എല്ലാം പ്രയോജനപ്പെടുത്തിയ നാദവിസ്മയം തീർത്ത കലാകാരൻ ആണ് വിട പറയുന്നത്. താങ്കൾക്ക് എങ്ങനെയാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ ഈ സംഗീത ലോകത്തിൽ ഇല്ലാത്തവർ, സംഗീതവുമായിട്ട് ബന്ധവുമില്ലാത്തവർക്കും ഈ സക്കീർ ഹുസൈനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. വാ താജ് എന്ന് പറഞ്ഞ് പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തബലയും അദ്ദേഹത്തിന്റെ മുടിയും താളത്തിനൊപ്പ് ചലിക്കുന്ന ഒരു പരസ്യം, വളരെ പ്രശസ്തമായ ഒരു പരസ്യമാണ്. അതിൽ മാസ്മരികമായ കൈവിരലുകളിൽ ഉണ്ടാക്കുന്ന താളവും മുടിയിഴകൾ ഉണ്ടാക്കുന്ന മറ്റൊരു താളവും, ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു അത്. അങ്ങനെ ഈ ദൂരദർശനിൽ ഉണ്ടായിരുന്നല്ലോ, ഈ രാജ്യത്തിന്റെ ഏകതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗാനം ഉണ്ടായിരുന്നല്ലോ, മിലേസുർ എന്ന് തുടങ്ങുന്ന, അതിലും ഇദ്ദേഹം അതെ അതെ ഇപ്പൊ ഞാൻ സൂര്യയില് അദ്ദേഹം 2 തവണയാണ് പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് അദ്ദേഹത്തിന്റെ പിതാവിനോടൊപ്പം അള്ളാറാഖയുടെ ഒപ്പം തന്നെയാണ് അദ്ദേഹം പരിപാടി അവതരിപ്പിച്ചത് വർഷങ്ങൾക്ക് മുൻപ്. പിന്നീട് രണ്ടാമത് അദ്ദേഹം പരിപാടി അവതരിപ്പിച്ചത് പ്രതിമ ബേദി എന്ന അന്തരിച്ച ഒഡീസി നർത്തകിയുമായിട്ടാണ്. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛനും സഹോദരിയും ഏതാണ്ട് ഒരേ കാലയളവിൽ മരിച്ചത്. അപ്പോ അന്നാണ് ഞാൻ അദ്ദേഹത്തുമായിട്ട് അവസാനമായി സംസാരിച്ചത്. അദ്ദേഹം ഈ വാസ് ടോട്ടലി ഷെയ്ക്കൺ. തന്റെ ഗുരുവും പിതാവും പോയി, സഹോദരിയും പോയി എന്നുള്ള ഒരു അവസ്ഥയിൽ വളരെ വിഷണനായിരുന്ന അദ്ദേഹത്തിനുമായിട്ട് ഒരു ആശ്വാസം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന മട്ടിൽ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു. അതായിരുന്നു നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ചത്. പിന്നീട് സംസാരിക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹത്തിന് നമ്മൾ വിചാരിക്കുന്ന വളരെ സാധാരണക്കാരനായ എനിക്ക് അദ്ദേഹത്തെ പോലെ ഒരാളെ റീച്ചബിൾ അല്ല. അദ്ദേഹം വളരെ ഇതാണ്. പക്ഷെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു സൂര്യയിൽ. അപ്പോ ഒരു മറുപടി വന്നത്, നമുക്ക് വി വിൽ ഹാവ് സംതിങ് ഇന്നോവേറ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് റെഗുലർ സോളോ, തബല സോളോ ഒക്കെ ഒരുപാട് ആയില്ലേ, നമുക്ക് വിൽ ഹാവ് സംതിങ് ഇന്നോവേറ്റീവ്. എപ്പോഴും ഈ പുതുമയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം ചെവിക്കൊള്ളുമായിരുന്നു. അങ്ങനെയാണ് അതിനുവേണ്ടി പ്ലാൻ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. ഇദ്ദേഹം സ്റ്റേജിന്റെ ഒരു പകുതിയിൽ ഇരിക്കുക, അതിന് മറ്റു പകുതിയിൽ ഇദ്ദേഹത്തിന്റെ താളത്തിനൊപ്പം ശോഭന നൃത്തം ചെയ്യുക. ഇത് രണ്ടും ഏകദേശമൊക്കെ ട്യൂൺ ചെയ്ത് നമ്മൾ സംസാരിച്ചുവെങ്കിലും എനിക്കോ ശോഭനയ്ക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു വ്യക്തമായ മറുപടി തന്നില്ല അദ്ദേഹം. അപ്പൊ ഞങ്ങൾക്ക് വിഷമമായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി തരാത്തത് എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം വളരെ നാളുകളായി രോഗാവസ്ഥയിലായിരുന്നു എന്നും ICUവിലായിരുന്നു എന്നും ഒക്കെ. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മറുപടി തരാത്തതെന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും പക്ഷേ ആ താങ്കൾ പറഞ്ഞ വാക്കുകളിൽ തന്നെ, അതായത് ഈ അവസാന കാലഘട്ടത്തിൽ പോലും പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടാകണം, മാറ്റങ്ങൾ ഉണ്ടാകണം, സംഗീതത്തെ അപ്ഗ്രേഡ് ചെയ്യണം എന്നൊരു ചിന്ത, അതൊരു പക്ഷേ ഈ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾക്കും അപ്പുറമാണ്. പുരോഗമനമായിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ, somebody who is very innovative, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ഒരു ഉത്തരം നൽകാൻ പറ്റുകയുള്ളൂ. അതിന് നമിച്ചേ പറ്റൂ അദ്ദേഹത്തിന്. അങ്ങനെ ഈ വലിയൊരു സ്വപ്നം, എന്റെയും ശോഭനയുടെയും അല്ലെങ്കിൽ സൂര്യയുടെയും ഒക്കെ വലിയൊരു സ്വപ്നം, പൂവണിയാതെ അല്ലെ പൂവണിയിക്കാതെ അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്നുള്ളത് വലിയൊരു വ്യസനമായി അവശേഷിക്കുന്നു. യെസ്, എന്തായാലും വളരെ നന്ദി സൂര്യകൃഷ്ണമൂർത്തി. താങ്കൾ പല വേദികളിലായി മലയാളികൾക്ക് കൂടുതൽ ഇദ്ദേഹത്തെ ആസ്വദിക്കാനൊക്കെ അവസരം ഒരുക്കിത്തന്ന ഒരാൾ കൂടിയാണ്. വളരെ നന്ദി.